ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നന്നായി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവ് സ്മൂത്ത് ആക്കുകയും എന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ വലിയ തലവേദന ആകുന്ന കാർ ഫീച്ചറിനെ കുറിച്ച് സംസാരിച്ചാലോ? അതെ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് സംഭവിക്കാവുന്ന കോമൺ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും മനസ്സിലാക്കാം. വാഹനത്തിന്റെ സ്പീഡിനും ലോഡിനും അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോ ക്ലച്ച്, നോ മാനുവൽ ഷിഫ്റ്റിംഗ്. എന്നാൽ ഏതൊരു കോംപ്ലക്സ് സിസ്റ്റത്തിനെയും പോലെ ഇവയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം. ഡിലേഡ് ഓർ റഫ് ഷിഫ്റ്റിംഗ്. ട്രാൻസ്മിഷൻ കംപ്ലൈന്റിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ജർക്കിംഗ് അല്ലെങ്കിൽ ഡിലേഡ് ഷിഫ്റ്റിംഗ്. ലോ ഓർ ഡർട്ടി ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, കോമ്പണൻസുകളുടെ തേയ്മാനം, സോഫ്റ്റ്വെയറിലുള്ള എന്തെങ്കിലും കുഴപ്പം എന്നിവയൊക്കെ കൊണ്ട് ഈ പ്രോബ്ലം ഉണ്ടാകാം. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ലീക്സ്. നിങ്ങളുടെ വാഹനത്തിനടിയിൽ റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഫ്ലൂയിഡ് കാണുകയാണെങ്കിൽ ഉറപ്പിക്കാം അത് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ലീക്ക് ആണെന്ന്. ആവശ്യത്തിന് ഫ്ലൂയിഡ് ഇല്ല എങ്കിൽ ഓവർ ഹീറ്റിംഗ് സംഭവിക്കുകയും അത് കോസ്റ്റ്ലി റിപ്പയറിലേക്കും നിങ്ങളെ നയിച്ചേക്കാം. ബേണിംഗ് സ്മെൽ. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ബേണിംഗ് സ്മെൽ അനുഭവപ്പെടാം. ഇത് അവഗണിച്ചാൽ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജിന് കാരണമാകും. സ്ലിപ്പിംഗ് ഗിയേഴ്സ്. സ്ലിപ്പിംഗ് ഗിയർ മൂലം വാഹനത്തിന്റെ പവർ നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടും. എന്താണിങ്ങനെ സംഭവിക്കുന്നതിന് കാരണം? ക്ലച്ചിലുള്ള തേയ്മാനം, ലോ ഫ്ലൂയിഡ് പ്രഷർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലുള്ള ഇഷ്യൂസ് മൂലവും ഇങ്ങനെ സംഭവിക്കാം. ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ട് ആദ്യകാലത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ ഇന്നത്തെ സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ സ്ലഷ് ബോക്സസ് എന്ന് വിളിച്ചിരുന്നു. ഡാഷ്ബോർഡ് വാർണിംഗ് ലൈറ്റ്സ്. നിങ്ങളുടെ വാഹനത്തിലെ ഡാഷ്ബോർഡ് ട്രാൻസ്മിഷൻ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കാൻ പാടില്ല. മോഡേൺ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കോംപ്ലക്സ് സിസ്റ്റത്തിന് ഉണ്ടായേക്കാവുന്ന കംപ്ലൈന്റുകൾ മുൻകൂട്ടി അറിയിക്കുവാൻ സാധിക്കും. അതുവഴി സിസ്റ്റം ഫെയിൽ ആകുന്നതിനു മുൻപേ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാം. നോയ്സി ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന പ്രത്യേക സൗണ്ടുകൾ അവ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇത്തരം ശബ്ദങ്ങൾ തേയ്മാനം വന്ന ഗിയറുകൾ, ബെയറിംഗ്, ടോർക്ക് കൺവേർട്ടറുകൾ തുടങ്ങിയവ മൂലമാകാം. എത്ര പെട്ടെന്ന് നിങ്ങൾ ഈ സൗണ്ടുകൾ ശ്രദ്ധിക്കുന്നു അത്ര കുറവായിരിക്കും നിങ്ങളുടെ റിപ്പയർ ബിൽ. ഹൗ ടു പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഇഷ്യൂസ്. എങ്ങനെയാണ് നിങ്ങളുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ ഹാപ്പിയാക്കി വയ്ക്കുന്നത്? റെഗുലർ മെയിൻ്റെനൻസ് ഈസ് ദ കീ. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യുക. വാഹനത്തിന്റെ മാനുവൽ നിർദ്ദേശിക്കുന്ന ഇടവേളകളിൽ ഇവ ചേഞ്ച് ചെയ്യുക. ഒപ്പം വാർണിംഗ് സിഗ്നലുകൾ അവഗണിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായി ബാഡ് ഡ്രൈവിംഗ് ഹാബിറ്റുകൾ ഒഴിവാക്കുക. 1921 ആൽഫ്രഡ് ഹോണർ മൺറോ ആണ് ആദ്യത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു എയർ പവേർഡ് സിസ്റ്റം ആയിരുന്നു. എന്നാൽ അതിന്റെ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ആ കണ്ടുപിടുത്തമാണ് ഇന്നത്തെ എല്ലാ മോഡേൺ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെയും അടിത്തറ. സോ there you have it. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ കോമൺ ഇഷ്യൂസും എങ്ങനെ അവ തടയാമെന്നും. ഒരൽപ്പം കെയർ ചെയ്താൽ നിങ്ങളുടെ വാഹനം ഒരുപാട് കാലത്തേക്ക് സ്മൂത്തായി ഓടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വാഹനത്തിന് ട്രാൻസ്മിഷൻ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? ഡ്രോപ്പ് ദം ഇൻ ദ കമന്റ്സ് ബിലോ.